നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വളരെ വിശദമായി തന്നെ സംസാരിച്ച ഇപ്പോൾ രാജ്യം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു വിവാദമാണ് ഈ CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉത്തരക്കടലാസിന്റെ പകർപ്പ് മാറിപ്പോയ സംഭവം. അപ്പോൾ അതിലെ പിഴവ് സമ്മതിച്ചിരിക്കുകയാണ് CBSE. ഉത്തരക്കടലാസിന്റെ പകർപ്പ് മാറിപ്പോയെന്ന പിഴവ് CBSE സമ്മതിച്ചിരിക്കുന്നു. പുനർമൂല്യനിർണ്ണയത്തിനായി അപേക്ഷിച്ച വേദാന്ത് എന്ന വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസാണ് മാറിപ്പോയത്. യഥാർത്ഥ ഉത്തരക്കടലാസിന്റെ പകർപ്പ് CBSE വിദ്യാർത്ഥിക്ക് അയച്ചു. സമൂഹ മാധ്യമത്തിൽ പരാതി ഉന്നയിച്ച വിദ്യാർത്ഥികൾക്ക് വൻതോതിൽ സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നിരുന്നു. ശരത്ലാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ശരത്ത്, നമ്മൾ ഈ പുനർമൂല്യനിർണ്ണയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പരാതികളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം ആദ്യമായിട്ടാണ്. കാരണം ഉത്തരക്കടലാസിന് അപേക്ഷ നൽകി, എന്നിട്ട് അത് ഇവരുടെ ഈ കുട്ടികളുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ കയ്യക്ഷരം പോലും മാറിപ്പോയിരിക്കുന്നു. അവരുടെ ഉത്തരക്കടലാസ് അല്ല, മറ്റൊരു ഉത്തരക്കടലാസാണ് ലഭിച്ചിരിക്കുന്നത്. അത് ഗുരുതരമായ ഒരു പിഴവാണ്. ഇപ്പോൾ CBSE ആ പിഴവും സമ്മതിച്ചിരിക്കുന്നു. എങ്ങനെയാണ് CBSEയുടെ വിശദീകരണം? ശ്രീലക്ഷ്മി, CBSE ആദ്യമായിട്ടാണ് തങ്ങൾക്ക് പറ്റിയൊരു പിഴവ് അത് ഇമെയിലൂടെ തന്നെ ആ വിദ്യാർത്ഥിയോട് പിഴവ് ആത്മാർത്ഥമായി ഖേദിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പിഴവ് സമ്മതിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ ഗുരുതരമായ വീഴ്ച എന്ന് തന്നെ വേണം പറയാൻ. അതായത് പുനർമൂല്യനിർണ്ണയത്തിന് ഫീസ് അടക്കാൻ കഴിയാത്തൊരു പ്രശ്നം ഒരു വശത്ത്, ഫീസ് അടിച്ച ശേഷം പുനർനിർണ്ണയം നടക്കാത്ത പ്രശ്നം മറുവശത്ത്, അത് കഴിഞ്ഞ് പുനർനിർണ്ണയം നടത്തി ഉത്തരക്കടലാസ് തിരിച്ചായ വിദ്യാർത്ഥിക്ക് നൽകുമ്പോൾ ഉത്തരക്കടലാസ് മാറിപ്പോയതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിഷയമായി മാറിയിരിക്കുന്നത്. എത്ര കൃത്യവിലോപമാണ് CBSEയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണിത്. ഏതായാലും CBSE കടുംപിടുത്തം നടത്താതെ, കുട്ടിയുടെ കയ്യക്ഷരം മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് വിശദീകരണം നൽകാതെ ഒടുവിൽ തെറ്റ് സമ്മതിച്ചിരിക്കുന്നു. അത് കേന്ദ്രമന്ത്രിയുടെ ഇടപെടൽ കൂടിയാണ്. സാമൂഹ്യ മാധ്യമത്തിലാണ് വേദാന്ത് എന്ന ഈ വിദ്യാർത്ഥി ഇത് സംബന്ധിച്ച പരാതി കുറിച്ചത്. തനിക്ക് മാർക്ക് കൂടിയില്ല, അതുപോട്ടെ തൻ്റെ ഉത്തരക്കടലാസ് പോലും മാറിപ്പോയി എന്ന ആ വിദ്യാർത്ഥിയുടെ സാമൂഹ്യ മാധ്യമത്തിലുള്ള എക്സിലെ പോസ്റ്റാണ് ഇപ്പോൾ CBSE കാണുകയും കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം CBSEക്ക് റെഫറൻസായി അയച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം മാത്രമാണ് CBSE തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നും യഥാർത്ഥ ഉത്തരക്കടലാസ് വിദ്യാർത്ഥിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തത്. ഏതായാലും CBSEയിലെല്ലാം കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ശ്രീലക്ഷ്മി കഴിഞ്ഞ 3 ദിവസമായി ശ്രീലക്ഷ്മി തന്നെ ഇക്കാര്യം വളരെ നേരത്തെ വിശദമായി തന്നെ നമ്മൾ ചർച്ച ചെയ്താണ്. ഈ സമയത്ത് തന്നെ ഇപ്പോൾ ഇത്തരമൊരു പിഴവ് കൂടി CBSEയുടെ ഭാഗത്ത് വരുന്നു. ആദ്യത്തെ പിഴവ് സർവത്ര വീഴ്ചയല്ലേ ശരത്ലാൽ? ഇപ്പൊ ഒന്നിന്റെ കാര്യമായിട്ട് മാത്രം പറയണ്ടല്ലോ. ഇപ്പൊ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ ഒക്കെ കീഴിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്. CBSEക്ക് ഉത്തരക്കടലാസ് മാറിപ്പോകുന്നു. NTA ആണെങ്കിൽ ഇപ്പൊ ഒരു പിഴവും ഉണ്ടാകരുത് എന്നുള്ള രീതിയിലേക്ക് NTA വരുന്നു. അതും ISROന്റെ ചെയർമാനെ അടക്കം ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമിതി രൂപീകരിക്കുകയാണ്. ഇനി നീറ്റ് പരീക്ഷയിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്തായി? 10-24 ലക്ഷം പിള്ളേരുടെ ഭാവിയെ തന്നെ തുലാസിലാക്കിക്കൊണ്ട് ആ പരീക്ഷ അമ്പാടെ അങ്ങ് റദ്ദാക്കിയില്ല. അതും NTAയിലുള്ള പ്രൊഫസർമാരടക്കം ഇതിൽ കുറ്റക്കാരാണ്. അപ്പം എന്താണ് ശരിക്കും ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ. പിള്ളേരെ ഇത്രയും പൈസയും കൊടുത്ത്, ശരി ശരത്ത്, പൈസയൊക്കെ കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവരെ ഓരോന്നിന് വിട്ടതിന് ശേഷം ഈ വരുന്ന വിഷയങ്ങളൊക്കെ വരുമ്പോഴേ ഒരു പരീക്ഷ പേപ്പർ ചോദിച്ചാൽ വേറെ ആരുടെയെങ്കിലും പരീക്ഷ പേപ്പർ, അതേപോലെ നീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പരീക്ഷ. അത് അത്രയും കിടലമായിട്ട് ഒരു കൊച്ച് അതിൻ്റെ 9ാം ക്ലാസ് തൊട്ട് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു നീറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് 5-6 വർഷം അതിനു വേണ്ടി പഠിച്ച്, ചില ആളുകൾക്കൊക്കെ ആണെങ്കിൽ ആദ്യ തവണ തന്നെ പരീക്ഷയ്ക്ക് എഴുതി കിട്ടുന്നത് അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേർക്ക്. അതല്ലാത്തവർ 2-3 വട്ടം അവർ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു 2 വട്ടമൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എത്ര വർഷമാണ്, ഏറെക്കുറെ ഒരു 10 വർഷത്തിനടുത്ത് അവർ ഇതിനു വേണ്ടി മാത്രം കളയണം. എന്നിട്ട് പഠിച്ച് പരീക്ഷ എഴുതി അവരൊന്ന് പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴത്തേക്കും പറയും ചോദ്യപേപ്പർ ചോർന്നു പോയി, അതല്ലെങ്കിൽ ഗ്രേസ് മാർക്കിന്റെ പ്രശ്നം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മൊത്തം അതിനങ്ങ് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും എഴുതിപ്പിക്കുകയാണ്. ക്യാൻസൽ ചെയ്യുന്നവർക്ക് പറയാൻ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, അവിടെ ഇരുന്നങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. ഈ പഠിക്കുന്ന പിള്ളേരുടെ അവസ്ഥ ഒരു മനുഷ്യൻ അറിയുന്നില്ലെന്നുള്ളതാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം, വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടി മാറ്റാൻ വേണ്ടി പരീക്ഷാ പേ ചർച്ച നടത്തുന്ന പ്രധാനമന്ത്രിയുള്ള ഒരു രാജ്യത്തെ അവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. CBSEയിലെ ആണെങ്കിലും NTAയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും.